80 രൂപയുടെ ഊണിൻ്റെ കൂടെ ഇതേ നോക്കി 4 കൂട്ടം ഒഴിക്കാനുണ്ട്. അതുകൂടാതെ നല്ല ചെമ്മീൻ ചമ്മന്തിയും അച്ചാറും പച്ചടിയും അവിയലും ഉണ്ട്. പിന്നെ അതേ ഇഞ്ചിക്കറിയുണ്ട്, കപ്പയുണ്ട്, പായസമുണ്ട്. ഇത്രയും കൂട്ടിയിട്ടാണ് 80 രൂപേൻ്റെ കൂടെ. കപ്പ ഇങ്ങനത്തെ കപ്പയാണ് കേട്ടോ, പൊടിഞ്ഞിട്ട് ഇങ്ങനെ അല്ല കുഴഞ്ഞിരിക്കുന്നതല്ല. ബീഫും കൂടെ അതിലോട്ടാണ്. പാചകം ഇഷ്ടമാണ്, പണ്ടേ പാചകം ഇഷ്ടമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വന്നേ പറയാൻ പറ്റൂ. എവിടെയെങ്കിലും ജോലിക്ക് നിന്ന് 6000-7000 രൂപ കിട്ടും. പിന്നെ അവരെ വായിരിക്കുന്നേക്കണം, ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റത്തില്ല. സത്യം പറയുന്നത്, എത്രയോ ഇടത്തുനിന്ന് ജോലിക്ക് നിന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയിട്ടുണ്ടെന്നറിയാമോ? കാര്യം വെച്ചാൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ പറയുന്നത്, ചിലർ പറയും ജോലിക്ക് വരണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഇതൊന്നുമില്ല, വാടകയ്ക്ക് എടുത്തിട്ട്. ഇതാകുമ്പോൾ ഒരു ദിവസം നമുക്ക് വയ്യാങ്കിൽ നമ്മൾ അടച്ചിടുക, ആരെടുത്തൊന്നും പറയണ്ട. എന്താ നിങ്ങൾ ഇന്നലെ തുറക്കാഞ്ഞെന്ന് ആരും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഈ ഓരോ വീഡിയോകള് ടീച്ചർ തന്നെ വീഡിയോ കാണുമ്പോൾ ഒരു കമന്റ് ഇടുന്നു, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സഹായിക്കാൻ ആരും ഇല്ലാന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളും ഇതേപോലെ ഇരുന്നാന്നല്ലോ എന്ന് വിചാരിക്കും. ഒരു 5000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ചായത്തട്ട് മേടിച്ചൊരു ഡെസ്കും വെച്ച് ആർക്കും തുടങ്ങാവുന്നതേ ഉള്ളൂ. അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ തന്നെ അവിടെ ചെന്നപ്പോൾ വെറും ചായ ഒഴിച്ച് ഒരു 2-3 സൈസ് പൊരിപ്പ് ഇട്ട് തുടങ്ങിയതാണ്. അതിൽ നിന്ന് പിന്നെ ദോശയായി, അപ്പമായി, പൊറോട്ട ചെയ്ത് അങ്ങനെ ചെയ്ത് എന്നിട്ട് കുറേ അതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ഞങ്ങൾ പാത്രങ്ങൾ മേടിച്ച് അതിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. അല്ല നമ്മുടെ കയ്യിലൊന്നും, ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പോൾ വെറും 10000 രൂപയുള്ളായിരുന്നു. ആ 10000 രൂപ ഷെഡ് മേടിച്ച് അവിടെ പാത്രങ്ങൾ എല്ലാം സെക്കൻഡ് ഹാൻഡ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടിയതൊക്കെ നുള്ളിപ്പറക്കൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് പൈസ എടുത്താണ് ഊണിനുള്ള പ്ലേറ്റുകളും പാത്രങ്ങളും എല്ലാം മേടിച്ച് അതിൽ നിന്ന്. ഇപ്പം നമുക്ക് ദിവസം എങ്ങനെയാലും നമ്മുടെ ചിലവെന്ന് കഴിഞ്ഞ് വാടകയും കൊടുത്ത് പോകാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. ആരോഗ്യത്തിന് കുഴപ്പമൊന്നും വന്നില്ലെങ്കിൽ നമുക്കിനി പിന്തിരിഞ്ഞ് നോക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ധൈര്യം കിട്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഊണ് കഴിക്കാൻ വന്നേക്കും കേട്ടോ. ഇവിടുത്തെ ഊണിൻ്റെ പ്രത്യേകത 80 രൂപയ്ക്ക് പായസവും കൂടെ ചേർത്തിട്ടാണ് ഊണ് കൊടുക്കുന്നത്. ഈ സ്ഥലത്തിന് പറയുന്നത് പൂയപ്പള്ളി എന്നാണ്. ഓയൂർ കൊട്ടാരക്കര റൂട്ടിലാണ്, കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ കുമാരി ചേച്ചിയാണ്, ചേച്ചിയുടെ കൊച്ചുമോളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. സ്കൂൾ തുറന്നിട്ടില്ല അല്ലേ, ഞങ്ങൾക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ പറയും ഞങ്ങൾക്ക് ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെ ചെയ്യണം എന്നറിയില്ല, മുതൽ മുടക്കാൻ അതിന് മൂലധനം ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു മാതൃകയാണ് ചേച്ചി തന്നെ പറയും. ചേച്ചിയുടെ ഒരു സ്റ്റോറി, ഒന്നുമില്ലായ്മയെന്ന് തുടങ്ങി ഇപ്പോൾ അതാ ഊണ് കൊടുക്കുന്ന ഒരു കുഞ്ഞു കടയുടെ ഇവിടം വരെ എത്തിയേണ്ട ഒരു കഥ ചേച്ചിക്ക് തന്നെ പറയാനുണ്ട്. അപ്പോൾ ഇത് വിശേഷങ്ങളൊക്കെ അകത്ത് കയറിയിട്ട് പായസവും കൂടെ ചേർത്തിട്ടാണ് 80 രൂപ. ഇന്ന് കടലപ്പായസം. ഓരോ ദിവസം മാറി ചിലപ്പം ബർമസലി, ചിലപ്പം അട. ഇന്നലെ അടയായിരുന്നു. ആദ്യത്തെ ഹോട്ടലിൽ ഇങ്ങനെ തന്നെ അവിടെ ഇങ്ങനെയായിരുന്നു. അവിടെ 70 രൂപയായിരുന്നു. ഇതിലും കറിയും ഉണ്ടായിരുന്നു. അന്ന് നമ്മള് ഇലയിലായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം പാത്രമായപ്പം ഇത്രയും കറികൾ വിളമ്പോ ഉള്ള പാത്രമേ ഉള്ളൂ. നേരത്തെ അതുകൊണ്ടാ കുറച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും കറി തന്നെ കൊടുത്താണ്. അന്ന് 7 കൂട്ടം കറി ഉണ്ടായിരുന്നു. ഒരുപാട് കറിയും ചീനി എല്ലാം കൂടെ കൂട്ടിയ മീനും വെച്ചു കൊടുക്കുമായിരുന്നു. അതിനകത്ത് മീൻ ഉൾപ്പെടെയായിരുന്നു. ഇവിടെ പിന്നെ ഇപ്പം മീനിന്റെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ നമ്മൾ വാടിപ്പോയി മീൻ എടുക്കുമായിരുന്നു. ഇവിടെ ദൂരെ പോകാൻ പറ്റത്തില്ല, ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കുറച്ചുകൂടെ അവിടെ പരവൂരൊക്കെ അടുത്ത് കിടക്കുമ്പോൾ മീൻ തോനെ കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇവിടെ മീനിന്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് കപ്പയും ഇറച്ചിയും കൂടെ ആണെങ്കിൽ 130. ബീഫ് റോസ്റ്റ് ടൈപ്പും കപ്പയും കൂടെ 130. 120 പിന്നെ നമ്മളിപ്പോൾ ഒരു 10 കൂടെ കൂട്ടി. 120 മുതലാവുന്നില്ല. കപ്പ കിലോയ്ക്ക് 50 രൂപയാണ്. അപ്പം നമ്മള് 120 കൊടുക്കും, മുതലാവുന്നില്ല. അതുകൊണ്ട് 2 മാസം പാരിപ്പള്ളിയിൽ. ഞായറാഴ്ച ഇതേവരെ ഇല്ല. പക്ഷെ ഞായറാഴ്ച ഞങ്ങൾക്ക് ബിരിയാണി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പൂയപ്പള്ളി ഞായറാഴ്ച കടയില്ല, ഹോട്ടലില്ല, ചായക്കടകളില്ല, ഒന്നുമില്ല, എല്ലാം അവധിയാ. പണ്ടേ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇവൻ കുഞ്ഞായിരുന്നു, ഒന്നും നമുക്ക് സഹായിക്കാൻ ആരുമില്ല, ബന്ധുക്കളോ അങ്ങനെ ആരും സഹായത്തിന് ഒരു മുന്നിട്ട് ഇറങ്ങാൻ ആരുമില്ല. ഇപ്പൊ ഇവൻ വളർന്നപ്പം പിന്നെ ഒരു ഇവനെയും കൊണ്ട്, അപ്പൊ ഇവനാണ് പാരിപ്പള്ളി, അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഇവനും കൂടെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ചെയ്യാന്നുള്ളൊരു ധൈര്യം വന്ന്. ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മളെ കൊണ്ട് ഇത് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ റോഡിലൊരു ടാർപ്പ് കെട്ടിയെങ്കിലും തട്ടടയെങ്കിലും തുടങ്ങും. സൂപ്പറായിട്ട് ഈ അന്ന എന്നുള്ള പേര് ആരുടെയാ?
ആരുടെയാ? എനിക്ക് പുളിശ്ശേരി. ആ, പരിപ്പ് വേണ്ട. അത് കുഴപ്പമില്ല. ആ, ഇന്നിപ്പോൾ കടലപ്പായസമാണേ. കണ്ട. അപ്പം എനിക്ക് ഊണ് കിട്ടി. എൻ്റെ കൂടെ അതേ മോളും ഉണ്ട്. ഇവള് പൊതുവെ അങ്ങനെ ഊണ് കഴിക്കണ കൂട്ടത്തിലൊന്നുമല്ല. പക്ഷെ ഇന്ന് എൻ്റെ കൂടെ കഴിക്കുകയാണ് അല്ലേ? അല്ലേ? ഇന്ന് മിടിക്കായിട്ട് ഊണൊക്കെ കഴിക്കൂലേ? ആന്ന് പറ. കഴിക്കൂലേ? കഴിക്കും. അപ്പം ഞാനിപ്പോൾ മോരുകറി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത്. ഇഞ്ചിക്കറി. എനിക്ക് ഈ പായസവും പപ്പടവും എല്ലാവരും കണ്ടപ്പോൾ ഒരു സദ്യയുടെ ഇത് തോന്നിയോണ്ട് ഞാനിപ്പോൾ അതാണ് ഒഴിച്ചത്. സാധാരണ എപ്പോഴും മീൻകറിയല്ലേ മേടിക്കാറ്. ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്ന് ഇത് മതി. ഇഞ്ചി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ ഞാൻ ജയിക്കൂല, മോൾ തന്നെ ജയിക്കും. കഴിച്ചോ. നല്ല അച്ചാറും ഇഞ്ചിക്കറി, അത് എടുത്ത് പറയണം. പ്രത്യേക ഒരു സ്വാദ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഏറ്റവും ഇവിടെ കഴിക്കാൻ വരുന്നവരായാലും ഒക്കെ വളരെ സാധാരണക്കാരാണ്, ഈ ജോലിക്കൊക്കെ പോകുന്ന അങ്ങനെയുള്ള ആളുകൾ. അവരെ സംബന്ധിച്ച് സുഭിക്ഷമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ്, പ്രത്യേകിച്ച് പായസവും എല്ലാം ചേർത്ത്. അപ്പം ഞാനിച്ചിരി ഇലയല്ലെങ്കിലും നമുക്ക് പ്ലേറ്റിലായാലും പായസയിൽ ഒഴിച്ച് കുടിക്കാം. ഇതിൽ ചൗവരിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതാണ് ഈ ബോൾ പോലെ കിടക്കണണ്ട. കടലപ്പരിപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ്. ഗോതമ്പ് പായസവും കടലപ്പരിപ്പ് പായസവും. ഒരു പഴവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ പഴവും പപ്പടവും കൂടി കുഴച്ചിട്ട് പായസം കുടിക്കാൻ ഭയങ്കര രസമാണ്. അടിപൊളി. അവിടെ ഇഞ്ചിയുണ്ട്. നമ്മളീ പായസമൊക്കെ കുടിക്കുമ്പം ഇഞ്ചിയോ നാരങ്ങാച്ചാറോ ഒക്കെ സദ്യക്കൊക്കെ അങ്ങനെ പറയും. കാരണം പിന്നെ ഈ പായസം കുടിച്ചൊരു മത്ത് പിടിച്ച ഫീൽ ഉണ്ടാവില്ല, ക്ഷീണം വരില്ല എന്നൊക്കെയാണ് പറയുന്നത്. പച്ചമോരും രസമൊക്കെ അത് കഴിഞ്ഞിട്ട് കുടിക്കൂലേ, അതുകൊണ്ട് ഡൈജഷനും ഒക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മധുരത്തിൻ്റെ കൂടെ നാരങ്ങയോ ഇഞ്ചി എന്തെങ്കിലും ഇങ്ങനെ തൊട്ട് വിടാം. അവിടെ ഇഞ്ചി ഉള്ളതുകൊണ്ട് അത് മട്ടി പോവില്ല. സൂപ്പറാട്ടോ. ഊണായാലും അതെ, ഇഷ്ടപ്പെട്ട്. നമ്മൾ ആ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു അവൾ ചോറ് കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. നോക്ക് പാവം ഇരുന്നെല്ലാം കഴിച്ചു കിട്ടാ. അവളെ കൊണ്ട് പറ്റണ മാതിരി 5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവളെ കൊണ്ട് പറ്റണ മാതിരി അവളെല്ലാം കഴിച്ചു. ഫുള്ള് കഴിക്കണം കേട്ടോ. പായസം വേണ്ടേ? വേണം. ചേച്ചിയുടെ മോള് ഫുഡ് കഴിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞ നമ്മളതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവൾ തനിയെ അവളെല്ലാം കഴിച്ച് കറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത് സ്ഥലം പൂയപ്പള്ളി എന്നാണേ പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കടയുടെ ലൊക്കേഷൻ അന്ന നാടൻ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ബോർഡ് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. പൂയപ്പള്ളിയിൽ നിന്ന് ഓയൂർ പോകുന്ന റോഡ് കയറുമ്പോൾ ഒരു കാനറ ബാങ്ക് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. കഴിച്ചോ? മതിയോ? എന്നാ കൈ കഴുകിക്കോ. ആ സൂക്ഷിച്ചോണേ. ചെരുപ്പ് കൊച്ചിൻ്റെ. എന്നാലും അത്രയും കഴിച്ചല്ലോ അവള്. പിന്നെ കൊച്ചി അടുത്ത ദിവസം തടി സ്കൂളിൽ പോകാനുള്ളതാ. പിന്നെ ഞാൻ ഇവിടുത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും വിളിച്ച് പറഞ്ഞാൽ ചേച്ചി സെറ്റ് ചെയ്ത് തരും. നല്ല ഭക്ഷണമാണ്. കപ്പ ഇറച്ചി ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും കണ്ടിട്ട് എല്ലാം അടിപൊളിയാണ്. എനിക്ക് പായസം ഇതൊക്കെ കൂടി കണ്ടോണ്ടേ, പിന്നെ എനിക്ക് ഊണിൻ്റെ സമയത്ത് ഊണാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഊണ് കഴിച്ചു മാത്രമേ ഉള്ളൂ. നമ്മളെ പിള്ളേരൊക്കെ അതേ കഴിക്കാൻ വേണ്ടി ഇവിടെ മേടിച്ച് വെച്ചേക്കുക, കപ്പയും ബീഫും ഒക്കെ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ബൈ.